നമസ്കാരം പ്രിയമുള്ളവരെ. സമൂഹത്തിലെ വളർന്നു വരുന്നവരെ പറ്റിയോ സിനിമാ നടന്മാരോ സീരിയൽ നടന്മാർ സാഹിത്യകാരന്മാർ വലിയ താല്പര്യമില്ല, വായന നമുക്ക് വീട്ടിലല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാർ, അതായത് നമ്മുടെ പൊതു മണ്ഡലത്തിൽ നിൽക്കുന്ന ടി വിയിൽ സ്ഥിരമായി വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരോട് പലർക്കും ഒരു തരത്തിൽ ആ ഒരു പാഷനായി മാറിയിരിക്കുകയാണ് അവരോടൊരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത്. ആ ബന്ധം സ്ഥാപിക്കുക, അവരോടൊപ്പം നിന്ന് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക, ഒപ്പം അവരോടൊപ്പം നിന്നൊരു സെൽഫി എടുക്കുക, അത് നാട്ടുകാരെ കാണിക്കുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു സ്ഥിരം പരിപാടിയായി വന്നിരിക്കുന്ന നമ്മുടെ നാട്ടിൽ. അത്തരം ഒരു നടപടിക്കപ്പുറം അതിനെ ഒരു സാധാരണവൽക്കരിച്ച് ഞാൻ ഇതൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് ആ കാര്യത്തെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുന്ന രീതിയിലാണ് പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അതിന് കുറച്ച് യുവതികൾ തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഞാൻ ആരെയും പേരെടുത്ത് പറയാനോ അവരെ വിമർശിക്കാനോ അല്ല. അതിൻ്റെ ദൂഷ്യവശങ്ങൾ അനുഭവിക്കുന്നത് കുറേ പുരുഷന്മാരാണെന്നുള്ള സത്യവുമാണ്. നമ്മുടെ അനിയന്മാർ, സഹോദരന്മാർ ഒക്കെയാണ്. എല്ലാ സ്ത്രീകളും പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകളും തെറ്റുകാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പീഡനത്തിൻ്റെ യഥാർത്ഥ വശങ്ങൾ അനുഭവിച്ച് ക്രൂരതയുടെ അങ്ങേ അറ്റം വരെ അനുഭവിച്ച പലർക്കും വേണ്ടി സംസാരിക്കാൻ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ആരുമില്ല എന്നുള്ളതാണ് സത്യം. പറയാൻ കാരണം, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലെ സ്പായിൽ നടന്ന ക്രൂരമായ ബലാത്സംഗം, 5-6 പേർ 2 മണിക്കൂർ ഒരു സാധു പെൺകുട്ടിയെ, ഒരു തരി പൊന്നുപോലും മേടിക്കാൻ കഴിയാത്ത ഒരു സാധു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചതിന് മുഖ്യമന്ത്രിയില്ല, ആരോഗ്യവകുപ്പ് മന്ത്രി പോയിട്ടില്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രി ആ വഴി കൂടെ പോയിട്ടില്ല. അങ്ങനെ ആരും അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ചേർത്ത് പിടിക്കാനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഇതും ഷാഫിയുടെ ഫോട്ടോയും വെച്ച് എന്താണ് ബന്ധം എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ജന്മന CPM എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരാൾ CPM ആയിട്ടുണ്ടെങ്കിൽ അയാളുടെ മക്കളും നോർമലി CPMലേക്ക് തന്നെ പോകും. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ജന്മന അച്ഛൻ ജോലി ചെയ്യുന്ന ഉൾപ്പെടെ CPMലാണ്. ആ CPMൻ്റെ ഭാഗമായിരിക്കുന്ന റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന സ്ത്രീ, അവർ രാഹുൽ മങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് പിടിച്ചെടുത്തിട്ട് അവനോടൊരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു. ആ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലം എന്ന് പറയുന്നത്, ഒരു ബർത്ത്ഡേ, അവിടെ അമ്മയുടെ ബർത്ത്ഡേക്ക് രാഹുലിനെ ഫോണിൽ വിളിക്കുന്നു. രാഹുൽ തന്നെ പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെയും ശ്രദ്ധയിൽ പൊതുമണ്ഡലത്തിലുള്ള കാര്യമാണ്. രാഹുലിനെ ഫോണിൽ വിളിക്കുന്നു. ഫോണിൽ വിളിച്ചിട്ട് എൻ്റെ അമ്മയ്ക്ക് താങ്കളുടെ വലിയ ആരാധനയാണ്, കൂടുതൽ എനിക്കും ആരാധനയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അത് രാഹുൽ എന്തായാലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ ബന്ധം ചാറ്റിങ്ങിന് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ അമ്മയെ വിളിച്ച് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പാലക്കാട്ട് വന്നിട്ടുണ്ടെന്നും താങ്കളുടെ ഇലക്ഷന് താങ്കളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും എന്നൊക്കെ പറയുന്നു. പിന്നീട് ഒരിക്കൽ അയാളോടൊപ്പം നിന്ന് നിർബന്ധിച്ച് ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെ ബന്ധങ്ങൾ കുടുംബിരിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. അവസാനം അവന് കിട്ടിയത് എന്താണ്? അവന് കിട്ടിയത് 3 ബലാത്സംഗ കേസ്, കൂടാതെ ഇനിയൊരു 10 റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്, പോക്സോ കേസ് എന്നുൾപ്പെടെയാണ് പറയുന്നത്. ഏറ്റവും അവസാനം CPMൻ്റെ ഹാൻഡിൽ നിന്ന് വരുന്നത് ഈ 10 കുറേ എണ്ണം അവൻ സ്വവർഗരതി ചെയ്തു എന്നാണ്. അതായത് ആൺകുട്ടികളെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് പഠിപ്പിക്കാൻ ചെന്നവരെയാണെന്നാണ് പറയുന്നത്. പഠിപ്പിക്കാൻ ചെന്നവരെന്ന് പറയാൻ കാരണം, ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ട്യൂട്ടോറിയൽ കോൺഗ്രസ്സുകാരനായ ഒരാളുടെ, തെങ്ങമത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവ്, പഴയ ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ മകൻ നടത്തുന്ന സ്ഥാപനത്തിൽ രാഹുൽ പണ്ട് പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള കഥയെ ഉണ്ടാക്കി എടുക്കാനായിരുന്നു ശ്രമമായിരുന്നു നടത്തിയത്. പക്ഷേ അത് ഈ 3 കേസിലും രാഹുലിന് ജാമ്യം കിട്ടിയോടി ചീറ്റിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാലും സംശയിക്കേണ്ട, ഇതുവരെ കൊണ്ടുവന്നത് കല്യാണം കഴിച്ച സ്ത്രീകളെയാണെങ്കിൽ ഇനി കല്യാണം കഴിക്കാത്ത ഒരു സ്ത്രീയെ കൊണ്ടുവന്നാൽ അത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക വീഴ്ച അല്ലാതാക്കി തീർക്കാൻ പറ്റുമോ എന്നൊരു വേണമെങ്കിലും ഇവർ ചിന്തിക്കാം. ഈ സാഹചര്യത്തിലാണ് രാഹുലിൻ്റെ ഒരു ഇൻ്റർവ്യൂ 24-ൽ വന്നതിന് ശേഷം അടങ്ങിയിരുന്ന് മാളത്തിൽ ഉദിച്ചിരുന്ന റിനി ആൻഡ് ജോർജ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിൻ്റെ ബർത്ത്ഡേക്ക് വിഷസ് അയച്ചത്. അത് കണ്ട ഷാഫി ഞെട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എത്ര വലിയ ധൈര്യമുള്ളവനാണെങ്കിലും ഇങ്ങനെയുള്ളൊരു ബോംബ് നേരെ വരുമ്പോൾ ഒന്ന് പേടിക്കും. അല്ലെ തോക്കെടുത്ത് ചൂണ്ടുമ്പോൾ തോക്കിനകത്ത് വെടിയുണ്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് തന്നെ തോക്ക് കാണുമ്പോഴേ നമ്മളത് വിറയ്ക്കും. ആ ഒരു വിറയിൽ ഷാഫിക്ക് ഉണ്ടായെന്നും, ഷാഫിയുടെ പേരിൽ ഇനി ബലാത്സംഗ കേസ് വന്നാൽ താൻ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയും അതിനുവേണ്ടി അഡ്വക്കേറ്റുമാരെ കണ്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അടുത്ത ബോംബ് ഷാഫിക്കാണോ എന്നൊരു സംശയമുണ്ട്. കാരണം കേക്കച്ചനുമായി ബന്ധപ്പെട്ട് ഷാഫിക്ക് ചില പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഈ കേക്കച്ചൻ എന്ന് പറയുന്നത് ഇയാളുടെ മാനസ അച്ഛനാണ്. CPMകാരൻ, കൊടും CPM, ഇപ്പോഴും CPM ആയിരിക്കുന്ന ആളിൻ്റെ മകൾക്ക് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാവായ VD സതീശനുമായിട്ട്
ആത്മബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് ഷാഫിയുമായി ബന്ധപ്പെട്ടൊരു വിഷയം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വെച്ച് ഒരു വിഷയം സ്റ്റേജിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിഷയം ഉണ്ടായതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ ബർത്ത്ഡേ ആയിട്ട് വിഷസ് അയച്ചിരിക്കുന്നത്. അതിൽ ഷാഫി ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് ഷാഫിയെ സ്നേഹിക്കുന്ന പലരും പറയുന്നത്. അപ്പോൾ എന്തായാലും യുവരാജാവായി നിന്ന രാഹുലിനെ ഈ പരുവത്തിലാക്കി. ഇനി രാജാവിലേക്ക് പോകാനുള്ള ശ്രമമാണോ ഈ പെൺകുട്ടി ചെയ്യുന്നതെന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. അങ്ങനെ വന്നാലും നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ പറയേണ്ട കാര്യം, ഞാനോ നിങ്ങളോ ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഷാഫി തെറ്റുകാരനല്ല, രാഹുൽ തെറ്റുകാരനല്ല എന്നൊക്കെ പറയും. പക്ഷേ ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ ആ FIRമായി ബന്ധപ്പെട്ട നടപടികളെ മുമ്പോട്ട് പോവുകയും കോടതി നടപടികൾ നടക്കുകയും വേണം. ഒരു FIR ചുമ്മാ ഇട്ടാൽ പോലും ആ FIRൻ്റെ പുറത്ത് അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന വകുപ്പാണ് ഇട്ടെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടണം. പിന്നെ താൻ തെറ്റുകാരനല്ലാന്ന് തെളിയുന്നത് കോടതി മുറിക്കുള്ളിലാണ്. അത്രയും നാൾ അയാൾ അനുഭവിക്കുന്ന മാനസികമായ വ്യഥ അതിനാര് ഉത്തരം പറയുമെന്ന് ചോദിച്ചാൽ പിണറായി ഇത്രയേ വിചാരിക്കുന്നുള്ളൂ. ഒന്നുകിൽ ഷാഫിയെ പിടിച്ച് നകത്തിടുക, രാഹുലിനെ കിട്ടി അടുത്തത് ഷാഫിയെ കൂടെ കിട്ടിയാൽ കൊള്ളാവുന്ന രീതിയിലാണ്. അതിനുള്ള കച്ച കിട്ടി ഇറങ്ങിയിരിക്കുകയാണോ അതോ അടുത്ത ഇലക്ഷന് വരെയുള്ള ബോംബാണോ ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൂടാതെ പാലക്കാട് ഈ സ്ത്രീ 2-3 പ്രാവശ്യം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടുത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു ഷാഫിയുടെ രാഹുലിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഷാഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ ഭയക്കേണ്ടിയിരിക്കുന്നു. നാളെ ഷാഫിക്കെതിരെ വന്നാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട. അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ളൊരു ബോംബ് ഇങ്ങനെ പൊട്ടിക്കാനുള്ള പരിപാടിയാണോ ഈ ബർത്ത്ഡേ വിഷസ് എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് കേരളത്തിൻ്റെ പോക്ക്. ഇതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. ഫോൺ എല്ലാം കെയിലാണ് വന്നത്, കേരയിൽ അങ്ങനെ എല്ലാം കെയിൽ വന്നു. ഇപ്പം പാവാടയോ അല്ലെങ്കിൽ തുണിയോ അല്ലെങ്കിൽ ചുരിദാറോ ഇല്ലാത്ത ഒരു കഥയില്ലാതെ കേരള രാഷ്ട്രീയം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മപ്പെടുത്തുന്നു, തങ്കമണി ഉണ്ടായിരുന്നു ഇവിടെ, തിരുവല്ലയിലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവിടെ. ഇങ്ങനെ പല വാണിഭങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സൂര്യനെല്ലി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടുത്ത് ഇലക്ഷനും ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കുന്നു. ഒരിടത്ത് രാജ്യസ്നേഹവും രാജ്യസ്നേഹികളായ ആൾക്കാർ രാജ്യസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞാണ് വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പട്ടാളക്കാരെ മുൻനിർത്തിയാണ് വോട്ട് പിടിക്കുന്നതെങ്കിൽ, ഇവിടെ സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു യുദ്ധമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ കണ്ണിയായിരുന്നു സരിതയെങ്കിൽ അതിനുശേഷം രാഹുലിൻ്റെ കാര്യം വന്നപ്പോൾ 2-3 പേരെ പുറത്തേക്കിറക്കി. ഇനിയും അതിനുള്ള ഏജന്റുമാർ, ഇത് ചെയ്തു കൊടുക്കാനുള്ള ഏജന്റുമാർ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലക്ഷ്മി പത്മയായാലും റെനി ആൻഡ് ജോർജ് ആയാലും MA ഷഹനാസ് ആയാലും ഹനീഫ് അസ്കർ ആയാലും ഈവൻ കോൺഗ്രസ് വിട്ടുപോയ സരിൻ്റെ ഭാര്യയാണെങ്കിൽ പോലും സരിൻ്റെ ഭാര്യയ്ക്ക് ഷാഫിയോടും രാഹുലിനോടും അടങ്ങാത്ത പകയുണ്ട്, കൊടും പകയുണ്ട്. പെണ്ണൊരുമ്പിട്ടാലെന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. പറയാൻ കാരണം, 3-ാം പരാതിക്കാരുടെ ഫോട്ടോ നിരന്തരം അവരാണെന്ന് പറഞ്ഞ് നിരന്തരം നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൊക്കെ വരുന്നുണ്ട്. അവരാണ് എന്ന് പറഞ്ഞിട്ട് പോലും അതിനെതിരെ കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. അതുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്ന ആൾക്കാരുടെ ഫോട്ടോയും പുറത്തു വന്നു. ഒരാവേശവും ഇപ്പോൾ പോലീസിനുമില്ല, സർക്കാരിനുമില്ല എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിച്ചത്. അതുകൊണ്ട് ഷാഫിയെ പോലെ പിണറായിയുടെ നേരെ സംസാരിച്ചിട്ടുള്ള, സതീശിനെതിരെ തിരിഞ്ഞിട്ടുള്ള, രമേശിനെതിരെ തിരിഞ്ഞിട്ടുള്ള കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ സൂക്ഷിക്കുക, ജാഗ്രതയെ. റിനി ആൻഡ് ജോർജ് ഓൺ റെക്കോർഡ്. നന്ദി, നമസ്കാരം.